ഹായ് എവരിവൺ. ആദ്യം തന്നെ ജാസ്മിനോട് രണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ജാസ്മിനെ നാണമുണ്ടോ? അതായത് നിന്റെ ബാപ്പാക്ക് നീ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, നിന്റെ നാട്ടുകാരെ നീ എന്തിന് പറയിപ്പിക്കുന്നു? പൊന്നുപ്രേക്ഷകരെ, ജാസ്മിൻ ജാഫർ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് താഴെ കമൻ്റ് ഇട്ട് പറയുന്നത് ജാസ്മിനെ തെറി വിളിക്കുകയാണ്, ജാസ്മിൻ്റെ ബാപ്പക്ക് തെറി വിളിക്കുകയാണ്, ഫാമിലിയെ തെറി വിളിക്കുകയാണ്. അതായത് എല്ലാവർക്കും തെറിയോട് തെറിയാണ്. കാരണം എന്ത്? ഇന്നലെ ജാസ്മിൻ ജാഫർ ലൈവായിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രി ഞങ്ങൾ താമസിച്ച മുറി ഇതാണ്, ഇന്നലെ ഗബ്രിയോടൊപ്പം ഞാൻ വന്നത് ഈ ബീച്ചിലേക്കാണ്. ഇങ്ങനെ പറയുകയാണ്. ഇതിലെന്ത് പ്രശ്നമുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കും. അതിനുള്ള ഉത്തരം തന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ വെച്ച് തരാം. പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ നാട്ടിൽ, ഇത് കേരളമാണ്, ഇത് മറ്റേ ഗുജറാത്തോ അല്ലെങ്കിൽ UP അങ്ങനെയുള്ള മുംബൈ അതൊന്നും അല്ല, ഇവിടെ കേരളമാണ്. ഇവിടെ കുറച്ച് പ്രത്യേകതയുണ്ട്, തെറ്റുകളെല്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ വിവാഹം കഴിയാത്ത ഒരു പെണ്ണ് ഒരു പുരുഷൻ്റെ കൂടെ റൂമിൽ താമസിക്കുന്നു. അവർ ശാരീരികമായി ബന്ധപ്പെടുന്നോ ഇല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ശാരീരികമായി ബന്ധപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഇല്ല, ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും കിടക്കുന്നത്, ഒക്കെ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിവാഹം കഴിയാത്ത ഒരു പെണ്ണ് ഒരു പുരുഷൻ്റെ കൂടെ ഒരു ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുന്നു. അതിനെ വ്ളോഗ് ചെയ്ത് വീഡിയോ ചെയ്ത് ഇട്ട് പബ്ലിഷ് ചെയ്ത് പറയുകയാണ്, ഞാൻ ഇന്ന് താമസിച്ചത് ഈ ഹോട്ടൽ റൂമിലാണ്, ഇവൻ്റെ ഒപ്പമാണെന്ന്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ തെറി കിട്ടൂലേ? വിവാഹം കഴിഞ്ഞവർക്ക് തന്നെ തെറി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്രയോ ഫാമിലി വ്ളോഗർമാർ ചെയ്യുന്ന വിട്ടിത്തരത്തെക്കുറിച്ച് കുറേ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വിവാഹം കഴിയാത്ത ഒരു പെണ്ണും ഒരു പുരുഷനും ഒരു റൂം എടുക്കുന്നു എന്ന് പറയുമ്പോൾ റിയാക്ട് ചെയ്യൂലേ? അതായത് ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ്, ഇന്ത്യ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ ഫൈൻ, അങ്ങനെ വെച്ചിട്ട് നീ എന്തിന് വീഡിയോ ഇടുന്നു? പരസ്പരം നിങ്ങൾ റൂം എടുക്കും, നീയും ഗബ്രിയും ഒരുമിച്ച് റൂം എടുക്കുന്നതിനെ കുറിച്ച് നീ വീഡിയോ എന്തിനിടുന്നു? അങ്ങനെയല്ലേ തെറി കിട്ടുന്നത്? നിന്റെ ബാപ്പാക്കൊക്കെ എത്ര തെറിയാണ് കമൻറ്റ് വരുന്നത്. ജാസ്മിൻ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ കാണുമ്പോൾ, അതായത് ജാസ്മിൻ്റെ ഉപ്പക്കും എല്ലാവർക്കും തെറിയോട് തെറിയാണ്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജാസ്മിന് അവർ തന്നെ കാണിച്ചു തരുന്നുണ്ട് ഇന്നലെ കിടന്ന സ്ഥലം, അവർ പോയ സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെ. അതൊന്നൊന്നായിട്ട് നോക്കാം നമുക്കൊക്കെ. എന്നെ കാണാൻ ഓക്കെ, ബൈ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ദിസ് ചാനൽ. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന അതേ ഡ്രസ്സും അതേ തൊപ്പിയും അതേ ഒരു കുളിക്കാത്ത ലുക്കും. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴിക്കോട് കടൽ കാണാം. അത് കുറച്ച് ബ്ലൂ വാട്ടേഴ്സ്, ഒരു ഗ്രീനിഷ് ബ്ലൂ വാട്ടേഴ്സ് ആയിട്ടാണ് കിടക്കണേ. സൂര്യൻ പുറത്ത് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അല്ലെങ്കിൽ എനിക്ക് മറ്റേ ആ ഡിപ്രസിങ് വെതർ ഒട്ടും ഇഷ്ടമല്ല. ചേട്ടന്മാരെല്ലാ ദിവസത്തെയും പോലെ അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇന്ന് പക്ഷെ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കുറച്ച് അതിഥികളും കൂടി എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, പൊറോട്ടയും. എന്താ അല്ലേ, ഇവർ ആരാണ്? പരസ്പരം വിവാഹം കഴിക്കുന്നവരാണോ? അല്ലെങ്കിൽ അതായത് ഒരു എക്സാമ്പിൾ, എൻഗേജ്മെന്റ് ആയവരോ അല്ല. ഇവരോട് ഇപ്പോൾ ഗബ്രിയോട് നീയും ജാസ്മിനുമായിട്ട് എന്ത് ബന്ധം? ഞങ്ങൾ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ത് ഫ്രണ്ട് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് എത്ര വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും ബെസ്റ്റി ആയാലും ഇങ്ങനെ റൂം എടുത്ത് താമസിക്കുന്നത് തെറ്റെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ തമ്മിൽ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ തന്നെ വിചാരിക്കും, ഇതൊരു പുച്ഛമല്ലേ? ഒരു പെണ്ണും ഒരാണും നിരന്തരം റൂം എടുത്തിട്ട് അതിനെ പബ്ലിക് ചെയ്യുന്നു. എന്തിന്? ഇവർക്ക് ഒരുമിച്ച് താമസിക്കാം. അതിനെന്തിന് വ്ളോഗ് ചെയ്ത് യൂട്യൂബിൽ നാട്ടുകാർക്ക് അറിയിക്കുന്നു? അതുകൊണ്ടല്ലേ നാട്ടുകാർ തെറി വിളിക്കുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി അവർ കിടക്കുന്ന ബെഡും എല്ലാം കാണിച്ചു തരികയാണ്. നമുക്ക് അതും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മാത്രമല്ല, ആക്ച്വലി പ്രോപ്പർട്ടിയിൽ കുറെ കൂടി സ്ഥലമുണ്ട്. കിടിലം കുറെ മരങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. ആക്ച്വലി മൊത്തത്തില് 4 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇപ്പൊ ഞാൻ സ്റ്റേ ചെയ്യാൻ പോണ റൂം. കാരണം ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് റൂം എന്ന് പറഞ്ഞത്. എല്ലാ റൂമും നല്ല കേട്ടോ, എല്ലാ റൂമും നല്ല രസമുണ്ട്. എല്ലാ റൂമിന്റെ ബാൽക്കണിയിൽ നോക്കുമ്പോൾ കിടിലം മോഷണമൊക്കെ ഉണ്ട്. എല്ലാ റൂമിന്റെ ബാൽക്കണിയിൽ നോക്കുമ്പോഴും കടലാണ് വ്യൂ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാനാണ് ഞാൻ ഇത്രയും നാൾ കൊതിച്ചത്. ഞാൻ കൊതിച്ചിട്ടുണ്ട്. എനിക്ക് കടൽ റിലേറ്റഡ് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ വെറും ഷോയാ, പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ഹോം ടൂർ പോലെ 1.5 മണിക്കൂറോളം നോക്കും. വാവ്, ഇവിടെ നിന്നാണ് ഏറ്റവും ബാൽക്കണി കിടിലൻ.
കണ്ടോ നിങ്ങൾ, ഇന്നലെ രാത്രി അവർ എടുത്ത മുറിയുടെ വീഡിയോ ക്ലിപ്പാണ് നമ്മൾ ഈ കണ്ടത്. ഇതിലൊക്കെ എന്ത് മെസ്സേജാണ് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് ഇവർ തരുന്നത്? ഇതിനെ കണ്ട് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ എന്താണ് പഠിക്കേണ്ടത്? നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്കൂ. അതായത് നമ്മുടെ നാട്ടിലുള്ള ഈ കേരളത്തിലുള്ള പെൺകുട്ടികൾ, കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികൾ, എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ഫ്രണ്ടും തമ്മിൽ റൂമൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കും പോയാൽ എന്താ, ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആടാ നമുക്കിന്ന് റൂം എടുക്കാം. അതാണ് ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെയല്ലേ പഠിക്കുന്നത്. ജാസ്മിൻ ജാഫറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പരസ്പരം പറയുക, ഞങ്ങൾ ഭാവിയിൽ വിവാഹം കഴിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ റൂം എടുത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിമർശിക്കൂല നിങ്ങളെ. അതായത് പറയുകയാണ് ഞങ്ങൾ വിവാഹം കഴിക്കും, വിവാഹം ഞങ്ങളൊന്നും കഴിക്കൂല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റിയാണ്, മറ്റേതാണ്. അതായത് വളരെ ഞാനൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഫ്രണ്ടായാൽ ബീച്ചിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരു തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോയാൽ നമുക്ക് ഓക്കെ ഫൈൻ. ഇതിപ്പോൾ രാത്രി കാലത്തൊക്കെ ഒരുമിച്ച് റൂം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഫ്രണ്ടാണ് ഇതിൽ എന്ത്? ജാസ്മിൻ തന്നെ ഇതിന് ഉത്തരം. ഇതിൽ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് ജാസ്മിൻ തരുന്നത്? ഒരു കാര്യം പറയുകയാണ്, ജാസ്മിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അതിനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. പക്ഷേ ഒരു കേരളത്തിൻ്റെ ഒരു കൾച്ചർ എന്ന നിലയിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, ഇത് ശരിയാണോ? ഇപ്പോൾ നാളുകളിൽ കോളേജിൽ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കോളേജ് റൂമിൽ 50 പെൺകുട്ടികൾ സ്റ്റുഡൻ്റ് ഉണ്ട്. ഈ 50 സ്റ്റുഡൻറ്റും വേറെ ഓരോരോ ഒരു പുരുഷനെയും കൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നമ്മുടെ സമൂഹം നശിക്കുന്നതല്ലേ ഇവരുടെ ഈ വീഡിയോകൾ കണ്ടിട്ട്. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യണം ജാസ്മിനോട്. അതായത് ഒന്നെങ്കിൽ പോയിക്കൊള്ളൂ, പ്രശ്നമില്ല, ഇതിനെന്തിന് വ്ളോഗ് ചെയ്ത് വീഡിയോ ഇടുന്നു? നിങ്ങൾക്ക് ഈ റൂം എടുത്ത കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തൂടെ? നിങ്ങൾ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഞാൻ അതിനൊന്നും ഇതുവരെ വിമർശിച്ചിനോ? ഇല്ല. ഈ റൂം എടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് പുറത്ത് വിടുന്നത്? ഇത് വളരെ വളരെ തെറ്റാണ്. ഓക്കെ, വളരെ വളരെ തെറ്റാണ്. ഇത് കണ്ടിട്ട് എത്ര പെൺകുട്ടികൾ പഠിക്കും? പിന്നെ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ എങ്ങനെയാണ് നന്നാവുന്നത്? സത്യമാണ് ഞാൻ ചോദിക്കുക, എങ്ങനെ നന്നാവും പെൺകുട്ടികൾ? ഇതൊക്കെയല്ലേ കാണുന്നത്. അപ്പോൾ കുറേ പേര്, അതായത് ജാസ്മിൻ ജാഫറിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മുസ്ലിം ഐഡികളിൽ നിന്നാണ്. അത് എന്തുകൊണ്ടെന്ന് എന്നോട് 2-3 പേര് ചോദ്യം ചോദിച്ചു. അതിനുള്ള ഉത്തരം ഞാൻ തരികയാണ്. ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അതായത് മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. എല്ലാവർക്കും അറിയാം, നല്ലവരായ ഹൈന്ദവരും നല്ലവരായ ക്രിസ്ത്യാനികളും മറ്റു ഇത്തരം മതത്തിലുള്ള എല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കുന്ന റമദാൻ മാസത്തിൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണലി സൗദി അറേബ്യയിൽ പണിയെടുക്കുന്ന സമയത്ത്, ഞാൻ +2 കഴിഞ്ഞ ഉടനെ സൗദി അറേബ്യയിൽ പണിയെടുത്ത ഒരാളാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒപ്പം ഉള്ളത് 2 ഹൈന്ദവ സഹോദരങ്ങളും ഒരു ക്രിസ്ത്യൻ സഹോദരനുമാണ്. അപ്പോൾ അവർ എനിക്ക് റെസ്പെക്റ്റ് തരാൻ വേണ്ടിയിട്ട് റമദാൻ മാസത്തിൽ വൈകുന്നേരം വരെ ഒരിത്തിരി പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല. അതായത് നമുക്ക് തരുന്നൊരു റെസ്പെക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പോലും നല്ലവരായ ഹൈന്ദവരും ക്രിസ്ത്യാനികളും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ ജാസ്മിൻ ചെയ്ത പട്ടാപ്പകൽ ജാസ്മിൻ ചെയ്തൊരു പ്രവൃത്തി നിങ്ങൾ കാണണം. ഓക്കെ, കണ്ണിൽ അസൂയ നോക്ക് ഗൈസ്. ഒട്ടും അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇനി ഞാനത് കഴിച്ചു തീർത്തിട്ട് വിളിക്കാം ഗൈസ്, അല്ല പറയാം ഗൈസ്. ഐറ്റം ജാസ്മിന്റെ ക്രോസോ. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ പറ. ഇത് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മാർഗ വരുന്നത് പൂവിന്റെ അത്രയും പോലും ഇല്ല ഗൈസ്. കണ്ടോ നിങ്ങൾ, നല്ലവരായ ഹൈന്ദവരും നല്ലവരായ ക്രിസ്ത്യാനികളും റെസ്പെക്റ്റ് കൊടുക്കുന്ന റമദാൻ മാസത്തിൽ പച്ച പകൽ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിക്കൊപ്പം സഞ്ചരിച്ചു ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെ കാരണമാണ് പൊന്നു പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഐഡികളിൽ നിന്ന് ജാസ്മിന് തെറി കിട്ടുന്നത്. ഞാൻ പറയട്ടെ, കഴിക്കട്ടെ, എന്തും ചെയ്യട്ടെ, അതിനെ വീഡിയോ ചെയ്ത് എന്തിനു പബ്ലിഷ് ചെയ്യുന്നു? ഇതൊക്കെ തെറ്റല്ലേ? ജാസ്മിൻ ജാഫർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്നെങ്കിൽ, അതായത് ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ മതമല്ല കൊണ്ടുവരുന്നത്. ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ ഒന്നാണ്, വിൻസെൻ്റ് ഒന്നാണ്, അതായത് മുഹമ്മദ് ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. അതായത് ഈ ലോകത്ത് ഒരു മതമുണ്ട്, ആ മതത്തിൻ്റെ പേര് മനുഷ്യ മതമാണ്. ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത് അതാണ്. ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ഇന്ത്യ രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ ഒരു മതമുണ്ട്, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ. ഇപ്പോൾ നമ്മൾ ഏത് മതത്തിലാണ് ജനിച്ചത് ആ മതം നമ്മൾ ചെറുപ്പത്തിലെ ഫോളോ ചെയ്യുന്നു. അതുപോലെ മുസ്ലിം മതസ്ഥർ ചെറുപ്പത്തിൽ എന്താണോ പഠിച്ചത്, നോമ്പ് സമയത്ത് നോമ്പെടുക്കണം, അങ്ങനെയൊക്കെ അവർ എന്താണോ പഠിച്ചത് അങ്ങനെ ഒരു വിഭാഗം ഫോളോ ചെയ്യുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ പ്രവർത്തി ചെയ്യുന്നത് തെറ്റല്ലേ? ഒന്നെങ്കിൽ ജാസ്മിൻ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയെ പോലെ പറയാം, എനിക്ക് ഒരു മതവുമില്ല, അതായത് എന്നെ നിങ്ങൾ മുസ്ലിമായിട്ട് കണക്കാക്കണ്ട, ഞാൻ അതായത് അങ്ങനെ ജീവിക്കാം ജാസ്മിൻ. അങ്ങനെയൊന്നും ജാസ്മിൻ പറയുന്നില്ലല്ലോ.
മുസ്ലിമായിട്ട് ജാസ്മിൻ ജീവിച്ചുകൊണ്ട് ജാസ്മിൻ ഇങ്ങനത്തെ നെറുകെട്ട പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിം ഐഡിയിൽ നിന്ന് ജാസ്മിനെ തെറി വിയും അത് ഉറപ്പാണ്. അതിപ്പോൾ ഹൈന്ദവ വിഭാഗത്തിലായാലും ക്രിസ്ത്യൻ വിഭാഗത്തിലായാലും വിയും അല്ലേ. ഞാൻ പറയുന്നത് സത്യമാണ്. ഒന്നെങ്കിൽ നമുക്ക് മതമില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കാം. ഇത് പാവം മതം ഫോളോ ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോൾ സഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയുകയാണ് ജാസ്മിനോട്, ഗബ്രിയെ ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ ബാപ്പയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടോ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്തോളൂ. നിങ്ങളിപ്പോൾ മതം നോക്കിയിട്ട് എന്ത് കാര്യം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹോട്ടൽ റൂം എടുക്കും, ഒരു മണ്ണാങ്കട്ട ചെയ്താൽ ഞങ്ങൾ ആരും ഒന്നും പറയില്ല. ഇപ്പൊ നിങ്ങൾ ഈ വ്ളോഗ് കണ്ടിട്ട് ഇത് കണ്ടിട്ട് എത്ര പേര് നശിക്കും, നീ അത് ചിന്തിച്ചിട്ടുണ്ടോ ജാസ്മിനെ? ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇങ്ങനെ ആരെങ്കിലും വ്ളോഗ് ഇടുന്നുണ്ടോ? നിങ്ങളാണ്, എൻ്റെ അറിവിലില്ല. അതായത് പരസ്പരം വിവാഹമൊന്നും ചെയ്യാതെ ഹോട്ടലിൽ റൂം എടുത്ത് വ്ളോഗ് ഇടുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ വെറുതെ അല്ല വിമർശിക്കുന്നത്, നിങ്ങൾ തന്നെ പറയണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. ജാസ്മിൻ ജാഫർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ബഷീർ ബഷീർ ഫാമിലി, അവർക്കടക്കം അറ്റാക്ക് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവർ എത്ര റെസ്പെക്റ്റിലാണ് ജീവിക്കുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അവരും സോഷ്യൽ മീഡിയയിൽ വ്ളോഗ് ഇടുന്നവരാണ്. ബഷീർ ഹന്തസായി 2 പേരെയും നിക്കാഹ് കഴിച്ച ഒരാളാണ്. എന്നിട്ടും ബഷീർക്ക് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് വരുന്നുണ്ട്. എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജാസ്മിൻ വിവാഹം കഴിയാത്ത ഒരു ആണിന്റെ കൂടെ ഇങ്ങനെ രാത്രി സമയത്തൊക്കെ കറങ്ങുന്നു എന്ന് പറയുന്നത് അവകാശമാണ്. എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. പക്ഷെ ഒരു ഇത്തിരിയെങ്കിലും നേച്ചറായിട്ട് നമ്മുടെ നാച്ചുറലിനൊരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? നമ്മളുടെ കേരള സമൂഹം എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. വിവാഹം കഴിച്ചിട്ടോ എൻഗേജ്മെന്റ് കഴിച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പ്രശ്നമില്ല. ഇപ്പോൾ ഒന്നും ചെയ്യാതെ വളരെ വളരെ തെറ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാഫർ ഭായി എങ്ങനെ സഹിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല. ഓക്കെ, കുറേ പേര് പറയുന്നത് ഇഷ്ടം പോലെ പൈസ ജാസ്മിൻ യൂട്യൂബ് വഴി ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ജാഫർ ഭായിക്ക് കുറേ പൈസ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് കുറേ പേര്. അതൊക്കെ ഞാനൊരു കാര്യം പറയുകയാണ്, യൂട്യൂബിൽ നിന്ന് ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട്, ഞാൻ ചെറിയ യൂട്യൂബറാണ്, പിന്നെ എനിക്കറിയില്ല, വലിയ പൈസ ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ഭീമമായ പൈസ ഒന്നും ഇതിൽ കിട്ടുന്നില്ല. എനിക്ക് പേഴ്സണലി കിട്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്ക് 2 മാസം ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10,000-15,000 രൂപയോ കിട്ടുന്നുണ്ട്. ജാസ്മിൻ ഇതിൽ അത് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല യൂട്യൂബിൽ നിന്ന് കോടി ഉണ്ടാക്കാമെന്നൊന്നും. അതൊക്കെ നമ്മൾ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമല്ല. ജാഫർ ഭായി പെട്ട് കഴിഞ്ഞ് ജാസ്മിൻ എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തെങ്കിലും ഇനാഗ്രേഷനോ എന്തെങ്കിലും ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചിലപ്പോൾ പൈസ ഉണ്ടാക്കുന്നതായിട്ടുണ്ടോ, വേറെ വഴി ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജാസ്മിനോട്, ഒന്നെങ്കിൽ ജാസ്മിനെ ഒന്ന് വിവാഹം കഴിക്കുക, ഗബ്രിയെ വിവാഹം കഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നീ കറങ്ങിക്കോ, ഒരു പ്രശ്നവുമില്ല, അതിനെ വ്ളോഗായി ദയവ് ചെയ്ത് ഇടാതിരിക്കൂ എന്ന് ജാസ്മിനോട് ഞാൻ പറയുകയാണ്. എന്താ അല്ലേ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ജാഫർ ഭായിയെ മഹല്ല് കമ്മിറ്റി നടക്കം പുറത്താക്കി എന്നല്ലേ നമ്മൾ വാർത്ത കേട്ടത്. എന്താ അല്ലേ, അതായത് തെറ്റ് പറ്റലുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ബിഗ് ബോസിൽ നിന്ന് പ്രണയം നടിച്ചവരുണ്ട്, എല്ലാം ബിഗ് ബോസ് കഴിഞ്ഞ് എല്ലാവരും ഒഴിവാക്കുകയാണ്. ജാസ്മിനും ഗബ്രിയും ഇതിനെ ഇങ്ങനെ ഫോളോ ചെയ്യും. നല്ല കാര്യമാണ്, ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഫ്രണ്ട് ആണെങ്കിലും നല്ല കാര്യമാണ്. രാത്രി സമയത്തൊക്കെ റൂം ലോഡ്ജൊക്കെ എടുത്തിട്ട് അതിനെ വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. ഒരു കാലത്ത് ഞാൻ അതിന് സപ്പോർട്ട് കൊടുക്കൂല. ഓക്കെ, അപ്പോൾ ഏതായാലും പൊന്നു പ്രേക്ഷകരെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.